ഹായ് ഗായ്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ ടൈം 4 o'clock ആയി. ഞാൻ ഡ്യൂട്ടിക്ക് പോവാണ് കേട്ടോ. അർജു എന്നെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ഇന്ന് കുറച്ച് ഗസ്റ്റ് ഗസ്റ്റൊക്കെ വരുന്നുണ്ട് വീട്ടിൽ. ഗസ്റ്റെല്ലാം ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. പിന്നെ എൻ്റെ സിസ്റ്ററും അവരുടെ ഹസ്ബൻഡും അവരുടെ ഫ്രണ്ട്സും അവരെല്ലാവരോടും ഒന്ന് വരുന്നുണ്ട്. സോ അർജുൻ ഇന്ന് ഓഫാണ്. എനിക്ക് ഓഫ് കിട്ടിയില്ല, എനിക്ക് നാളെയാണ് ഓഫ്. പക്ഷെ നാളെ അർജുൻ ഓഫില്ല. പക്ഷെ കുഴപ്പമില്ല, ഞങ്ങൾ അങ്ങനെയെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് അവരൊരു 9 o'clock ഒക്കെ ആകുമ്പോൾ എത്തും നൈറ്റ്. സോ കണ്ടു എന്നെ വീണ്ടും എനിക്ക് 12 o'clock വരെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവർ പിക്ക് ചെയ്യാൻ വരും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. സോ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ് ഇന്ന്. സോ ഇപ്പം തന്നെ ലേറ്റായി 5 minute കൂടെ ഉണ്ട്. ഞാൻ ഇന്ന് വേറെ ജുമീറയിലാണ് കേട്ടോ. ജുമീറയിലുള്ളൊരു ബ്രാഞ്ചിലാണ് ഇന്ന് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ ഈ ഒരു ഏരിയ എപ്പോഴും ഭയങ്കര ട്രാഫിക്കാണ് കേട്ടോ. കഴിഞ്ഞ 2 months ആയിട്ട് ഞാനിങ്ങനെ ഡിഫറെന്റ് ബ്രാഞ്ചസിലായിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞൊരു ഓൾമോസ്റ്റ് 2 years ആയിട്ട് ഞാനൊരു സെയിം ബ്രാഞ്ചിൽ തന്നെയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് 1-2 സ്ഥലത്ത് ഒരു കുറച്ച് ദിവസം മാറി വർക്ക് ചെയ്തു എന്നല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബ്രാഞ്ചിൽ തന്നെയായിരുന്നു കേട്ടോ. ഇപ്പൊ ഒരുപാട് ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്നതിനെ കൊണ്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആദ്യം ഈ ഒരു കോൺസെപ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഹാപ്പിയാണ് കേട്ടോ. എനിക്ക് എല്ലാ ബ്രാഞ്ചും ഇപ്പൊ എനിക്ക് എൻ്റെ സ്ഥിരം വർക്കിംഗ് പ്ലേസ് പോലെ തന്നെയാണ്. ഇന്ന് ഞാൻ ജുമേറയിലുള്ള ഒരു ബ്രാഞ്ചിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാടിനോട് സിമിലാരിറ്റി ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഒരു വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു റെസിഡൻസ് ഏരിയ ആണ് കേട്ടോ ഇത്. ഒരുപാട് വില്ലാസും ഇങ്ങനെ മരങ്ങളും കിളികളും ഒക്കെ ആയിട്ട് നമ്മുടെ നാടിനോട് സിമിലാരിറ്റി ഉള്ള ഒരു ഏരിയ എന്ന് തന്നെ വേണം പറയാൻ. പിന്നെ ഒരുപാട് റഷ് ഒന്നും ഇല്ലാത്ത ഏരിയ ആണ്, റെസിഡൻസ് മാത്രം ആയതുകൊണ്ട്. ഇനി അർജുൻ തിരിച്ചു പോവാണ് കേട്ടോ. അർജുന് പോയിട്ട് ഒരുപാട് പണികളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ സാധനങ്ങളൊക്കെ പോയിട്ട് വാങ്ങിക്കാനുണ്ട്. പിന്നെ ഫുഡൊക്കെ കുക്ക് ചെയ്യാനുണ്ട്. പിന്നെ സോനുവും ഉണ്ട് വീട്ടിൽ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ എല്ലാം ചെയ്തോളും. ഞാനിനി 12 o'clock ആവുമ്പോഴേ എൻ്റെ ഡ്യൂട്ടി കഴിയുള്ളൂ. അപ്പം അർജു അവരാണോ വരുന്നതെന്ന് എനിക്കറിയില്ല. അവർ വന്നിട്ട് എന്നെ പിക്ക് ചെയ്യും കേട്ടോ. ഇനി അവർ വരുമ്പം കാണാം. ഹലോ, നമസ്കാരം. എന്താണ് എന്റെ 3 ബെല്ലൊക്കെ ഞാൻ മറ്റേ അവനായിരിക്കുന്ന കൂടുതലായിട്ടുണ്ടാവില്ലേ. സോനു ഒന്നുകൂടെ വാങ്ങോ. ഇവിടുന്ന് അവിടെ നടന്നോ? എല്ലാം റെക്കോർഡാണ് കേസ്. എന്റെ ദൈവമേ, കാനഡ അല്ല രസം. കണ്ട് അതായത് നാച്ചുറൽ സാധനം കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് സോനു സ്റ്റൈലാക്കിട്ട് നടക്കുന്നുണ്ടോ? എല്ലാം പെട്ടെന്ന് എല്ലാ ടൈം എടുക്കും. അരമണിക്കൂറാണ് കൊടുക്കുന്നത്.
പത്തക്ക് ഡിയോ വെച്ച് കിട്ടി. ജംസൂട്ടായി ഉണ്ടാവും. ജംസൂട്ടായി സിനിമയില് സീറം പോയത്. എന്താ പാസ്വേഡ് എന്താ? A caps ആണോ? സത്യം പറഞ്ഞാല് ഞാൻ ഇന്ന് ഹോൾ ഡേ എന്റെ ഡ്യൂട്ടിയിലുള്ള ആ ഹോൾ ടൈം ഞാൻ 12 o'clock ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. കാരണം എല്ലാവരും വരുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ ടൈം ആണെങ്കിൽ ഭയങ്കര ലാഗ് അടിച്ചായിരുന്നു പോകുന്നത്. ഞാൻ ഇങ്ങനെ ടൈം നോക്കിക്കൊണ്ടിരിക്കുന്നോണ്ടായിരിക്കാം ടൈം വളരെ സ്ലോ ആയിട്ടായിരുന്നു കേട്ടോ പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഫൈനലി കറക്റ്റ് 12 o'clock ഒക്കെ ആയപ്പോൾ ഞാൻ ക്ലോസ് ചെയ്ത് ഇറങ്ങി കേട്ടോ. അർജു കറക്റ്റ് ടൈം ആകുമ്പോഴത്തേന് എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം അവർ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇനി ഞങ്ങള് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഹലോ, നേരത്തെ ഇറങ്ങി? അവരൊക്കെ എത്തിയോ? വെയിറ്റ് ചെയ്യല. പോവാം. അങ്ങനെ ഗായ്സ് എന്റെ ഡ്യൂട്ടി കംപ്ലീറ്റ് ആയി. 8 hours കഴിഞ്ഞപ്പോ സമയം 12 മണിയായി. അർജുൻ എന്നെ പിക്ക് ചെയ്യാൻ വന്നതാണ് കേട്ടോ. ഞാൻ കുറച്ച് കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് റെഡ് വെൽവെറ്റ് അല്ലേ? അങ്ങനെ അതൊക്കെ കഴിച്ച് ഇനി ഞങ്ങള് പോവാണ് കേട്ടോ. അവരൊക്കെ വീട്ടിലെത്തി. 10:30 ഒക്കെ ആയപ്പോ വീട്ടിലെത്തി. എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. സോ ഇവിടുന്ന് ഇനി ഒരു എത്ര മിനിറ്റ് ഉണ്ടാവും? 35 minutes കൊണ്ട് എത്തില്ലേ? ഇപ്പൊ ട്രാഫിക് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇപ്പോ ഇനി ഒരു 35 minutes കഴിയുമ്പോൾ ഞങ്ങള് വീട്ടിലെത്തും. എന്റെ കോലൊക്കെ എന്താണ് മൈൻഡ് ചെയ്യണ്ട. കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ, നല്ല കേക്ക് അല്ലേ? പക്ഷെ ഞാൻ എന്റെ കൂടെ കോഫി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ 2 മധുരം ആയതുകൊണ്ട് എനിക്ക് അത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഞങ്ങള് വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. ബുർജ് ഖലീഫ എപ്പോ കാണുമ്പോഴും ഞാൻ ഇങ്ങനെ ചുമ്മാ വീഡിയോ എടുത്ത് വെക്കും കേട്ടോ. അതെന്താന്നറിയില്ല, അതൊരു ഭയങ്കര ഹാബിറ്റ് ആണ് എന്റെ. ഞങ്ങളിതാ വീട്ടില് എത്താറായി കേട്ടോ. കുറച്ച് ഫുഡൊക്കെ ഓൾറെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ കൂടെ വാങ്ങിക്കാന്ന് വിചാരിച്ചു. അത് പുറത്തുനിന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞങ്ങള് ഒരു ഷോപ്പിൽ നടത്തിയിട്ടാണ് കേട്ടോ. ഇന്ന് ചൂവിന്റെ പ്രിപ്പറേഷൻ ആണ്. ചിക്കൻ കറിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യണം, വിശക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈയും കൂടെ വാങ്ങിക്കാന്ന് വിചാരിച്ചു. വിശക്കുന്നില്ല? എന്താ എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. ഞാനൊന്നും കഴിച്ചില്ലല്ലോ. ഉച്ചക്ക് പോകുമ്പോൾ കഴിച്ചേക്കാം. എൻ്റെ അടുത്ത് പിന്നെ ഒരു കേക്കിന്റെ ഒരു ചെറിയ പീസേ കഴിച്ചുള്ളൂ, അത്രേ കഴിച്ചുള്ളൂ. ഇനി ഞങ്ങൾ ഓൾറെഡി ഇവിടെ വരുന്ന വഴിയിൽ വിളിച്ച് പറഞ്ഞു ഇവിടെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതുവരെ എത്തിയിട്ടില്ല. അങ്ങനെ ഇതാ ഞങ്ങള് ചിക്കൻ ഫ്രൈ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി പോവാണ് വീട്ടിലേക്ക്. ഒരു 5 minute കൂടെ ഉള്ളൂ. 5 minute ഒന്നും ഇല്ല, ഒരു 3 minute കൂടെ കഴിഞ്ഞാൽ വീട്ടിലെത്തും. യൂട്യൂബ് ചാനൽ അടിച്ചു തെറിപ്പിച്ചതല്ല, പേടിച്ചു വിളിച്ചത് അങ്ങനെയല്ലേ? You have lot of teddy bears. എനിക്ക് കുറെ ടെഡി ബിയേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കൂ, ഒന്നല്ല രണ്ടല്ല, 1 by 1 കൊടുക്കൂ. എന്തത് വേണ്ട വേണ്ട, ഇത്രയും കേട്ടോ. സോഫയിലുണ്ട്. ടായോ എട്ടാ കൊറേ ഉണ്ട്. ഇത് അടിപൊളി ഉണ്ടല്ലോ, കൊള്ളാട്ടോ. ഇതെല്ലാം എനിക്കുള്ള ഹാപ്പി ഹാപ്പി അല്ലേ?
പിന്നെ നീ happy അല്ലേ? ബിബിമോന് ഹാപ്പി അല്ലേ? അമ്മയെ happy അല്ലേ? You're happy. അർജുൻ happy അല്ലേ? ബിബിമോന് ഹാപ്പി അല്ലേ? കണ്ടില്ലേ? സോറി അയ്യോ നിങ്ങൾ സംസാരിച്ചേ. ഫുഡ് കഴിക്കലാണ്. ചപ്പാത്തി ചിക്കൻ ഫ്രൈ. അയ്യോ ചപ്പാത്തി സോറി ഗൈസ്, ഞാൻ അയ്യോ ചിക്കൻ ഫ്രൈ അല്ലല്ലോ, ചിക്കൻ കറി. ചിക്കൻ ആണ്. അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. സീരിയൽ നടന്നുണ്ട് സുഭാഷ്. അതാ ചന്ദനമഴ. അതെ, പൂക്കളുടെ കേട്ടെല്ലാം ഇട്ടിട്ട് നോക്കി ഞാൻ പോയി കഴിക്കട്ടെ കേട്ടോ. സുഭാഷ്. ഗുഡ് മോർണിംഗ് ഗൈസ്, വേക്ക് അപ്പ്. വീഡിയോ എടുക്കുന്നുണ്ടോ? അയ്യോ നീയില്ല, മതി ഉറങ്ങിയത്. ഇന്നലെ 8 മണിക്ക് എഴുന്നേക്കുന്നല്ലേ പറഞ്ഞത്. 10-11 മണിയായി. ഓയ് സന്ന ഫോണ് അക്ഷയ് ഫോൺ ഇടാം. എല്ലാരും എഴുന്നേറ്റ് ഗൈസ്. രണ്ടെണ്ണം കൂടി. എല്ലാരും എഴുന്നേക്കാൻ നല്ല ലേറ്റ് ആയി കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കണം എന്നായിരുന്നു എന്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് ഓർഡർ ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പൊ പിന്നെ ദോശയും സാമ്പാറാണ് കേട്ടോ ആക്കുന്നത്. എല്ലാരും എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. ജസ്റ്റ് കണ്ണു തുറന്ന് ബെഡിൽ തന്നെ കിടക്കുകയാണ് കേട്ടോ. ദോശമാവൊക്കെ ഇന്നലെ വാങ്ങി സെറ്റ് ആക്കി വെച്ചതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിരുന്നു. പിന്നെ ഞാൻ വെജിറ്റബിൾസ് ഒക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്കറിയാം ഇന്ന് എന്തായാലും എഴുന്നേക്കാൻ ലേറ്റ് ആവും എന്നുള്ളത്. സോ കുറച്ചൊരു ഈസി ആയിരുന്നു കേട്ടോ പണികളൊക്കെ. മുമ്പൊക്കെ ഒരു സാമ്പാറൊക്കെ ഉണ്ടാക്കിത്താന്ന് പറഞ്ഞാല് എന്നോട് ആരും പറയാറില്ല, അത് വേറെ കാര്യം. എന്നാലും എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ കുറെയൊക്കെ പഠിച്ചു കേട്ടോ. കുറെ റെസിപ്പീസ് ഒക്കെ അറിയാം. പിന്നെ കുക്കിങ്ങിനോട് ചെറുതായിട്ടൊരു ഇൻട്രസ്റ്റ് ഒക്കെ വന്നു തുടങ്ങിയത് മുതല് ഞാൻ ഓരോന്നൊക്കെ എന്റേതായ രീതിയിൽ ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിരുന്നു. ഞങ്ങളുടെ കുക്കിംഗ് പരിപാടിയിലാണ് ഗായ്സ്. സാമ്പാർ കഞ്ഞിവെള്ളം പോലെ എടാ, അതില് മസാല ഒന്നും ഇട്ടുന്നില്ല. ഒന്നും ഇട്ടിട്ടില്ല. വൈന മസാല എല്ലാം ഇടണം ഇനി. ഉപ്പൊന്നും ഇട്ടിട്ടില്ല. നല്ല അടുക്കളയുണ്ട്. നല്ല ആളെയാണ്. ചെറ്റയുടെ വെണ്ട റെഡിയാക്കി ചെറ്റ എന്താ വെണ്ട അവിടെ വെച്ചിട്ട് പോയത്. ബിസിയാണ്. എന്താ ചെയ്യ രണ്ട് കൈയൊന്നും കിട്ടിയില്ല. മാസ്റ്റർ ഷോഫ് ഫ്രം അബുദാബി. ഷാബിയ നായർ. കച്ച നമ്മുടെ സാമ്പാർ ഇങ്ങനെ തിളച്ച് മറിയാണ്. എന്റെ അടിപൊളി സാമ്പാറില്ലേ ഞാൻ പറഞ്ഞല്ലോ. അതായത് നീയല്ല ഉണ്ടാക്കിയോ? എടുക്കണ്ട മോനെ സാമ്പാർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതിലിട്ട് നീ ആ ഫോൺ അതിലിട്ട് ഇതില്
അക്ഷയുടെ വക ഇന്നത്തെ ദോശയാണ് കേട്ടോ. അക്ഷയ്ക്ക് ദോശ ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ ആ സ്ഥാനം അങ്ങോട്ട് ഒഴിഞ്ഞു കൊടുത്തു. അക്ഷയ ഓ മാൻ സോറി ഗൈസ്, ചെറുതായി പണിയൊന്ന് പാളി പണി പാളി ഗൈസ്. ഇതാണ് അവസ്ഥ. ഇല്ല ഗൈസ്, അത് നീ തന്നെ കഴിച്ചോട്ടോ. അത് നിനക്ക് വേണ്ടി ഞങ്ങൾ മാറ്റി വെക്കുന്നേ. അവിടെ വെച്ചോ, അവിടെ വെച്ചോ, അവിടെ വെച്ചോ. കുഴപ്പമില്ല, അവസ്ഥയ്ക്കല്ലേ ഇങ്ങനെ ചുട്ട ആകെ 2 ദോശ ചുരുങ്ങി മറിച്ചു തന്നെ ഉള്ളൂ. റൗണ്ട് എങ്ങനെയുണ്ട്? അളന്ന് കൊടുത്ത റൗണ്ടല്ലേ? റൗണ്ട് പെർഫെക്റ്റ് ആണ്. ഇല്ല ഇതാ അക്ഷയ് ഭയങ്കര ദോശ ചുടലാണല്ലോ. ഇങ്ങനെ മാവെടുത്തിട്ടുണ്ടെങ്കിൽ 2 ദോശ കൊണ്ട് കാര്യം അങ്ങോട്ട് കഴിയും. നമുക്ക് ഇങ്ങനെ മുറിച്ച് മുറിച്ച് കഴിക്കാം. സാമ്പാർ ലഞ്ച് ഞങ്ങൾ പുറത്തുനിന്നാണ് കേട്ടോ കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ വീട്ടിൽ നിന്ന് ആക്കുന്നുള്ളൂ. ലഞ്ചും കൂടെ ആക്കാൻ നിന്നാൽ ഇന്ന് മൊത്തം ഡേ വീട്ടിൽ തന്നെ ആയിപ്പോവും. ഞങ്ങൾക്ക് പുറത്തു പോകാനൊക്കെ പ്ലാൻ ഉണ്ട്. സോ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് റെഡിയാക്കി കഴിച്ചിട്ട് റെഡിയായിട്ട് ഞങ്ങൾ എല്ലാവരും റെഡി ആവാനും വീണ്ടും ടൈം എടുക്കും. എന്നാലും മാക്സിമം പെട്ടെന്ന് ഇറങ്ങാൻ നോക്കുകയാണ് കേട്ടോ. നിന്നെ വീഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ, നിന്നെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതാ കണ്ടോ? ഹായ് പറ, ഹായ് ഒരു ഹായ് പറ, ഹായ് ഒരു ഹായ് പറ, ഹായ് ഒരു ഹായ് പറയടാ. ഹായ് ഹായ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റാക്കി ഞങ്ങൾ ഇതാ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അർജു ഡ്യൂട്ടിക്ക് പോയി. ഇന്ന് അർജുന് ഡ്യൂട്ടി ഉള്ള ഒരു ദിവസമാണ്. അതുമല്ല ഇന്ന് ഏർലി മോർണിംഗ് പോകേണ്ട ഒരു ദിവസം കൂടിയായിരുന്നു കേട്ടോ. ഓഫിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ സ്റ്റാഫിന്റെ എന്തൊക്കെയോ ഇഷ്യൂ കാരണം ഷോർട്ടേജോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് എടുക്കാൻ ഓഫ് പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇവർക്ക് വേറെ ഡേറ്റിൽ വരാനും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എല്ലാവരുടെ ഓഫും ഇങ്ങനെ സെയിം ഡേയിൽ വരുമ്പോഴൊക്കെ ആണല്ലോ നമുക്കിങ്ങനെ കൂടാനൊക്കെ പറ്റുന്നത്. ഇവിടെ ഞങ്ങൾ എല്ലാവരും തന്നെ മെഡിക്കൽ ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ലീവ് സെയിം ഡേ കിട്ടുക എന്നുള്ളത് എപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കുന്ന കാര്യമാണ് കേട്ടോ. സോ ഇന്നലെ അങ്ങനെ ഒരു ദിവസമായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അർജുന് കിട്ടിയില്ല. എന്ത് ഇതില് നമ്മൾ അക്ഷയ ഉണ്ടാക്കില്ല. അക്ഷയ് ആരാ മോൻ അല്ലേ? ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് കേട്ടോ. സാമ്പാർ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല. ഉള്ളി സൊന്ന എങ്ങനെയുണ്ട്? അങ്ങനെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. എഴുന്നേക്കാൻ കുറച്ച് ലേറ്റ് ഒക്കെ ആയി, എന്നാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് വന്നിരിക്കുകയാണ്. ഉച്ചയാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കി. ഇന്നലെ 4 മണിക്കല്ലേ മക്കളെ ഉറങ്ങിയത്. അപ്പൊ പ്രപ്പോഷനിൽ ഇന്ന് എഴുന്നേക്കാൻ ലേറ്റ് ആയി. കൃഷ്ണന്റെ ഒരു സാമ്പാറുണ്ട്, കൃഷ്ണന്റെ അസുര സാമ്പാർ. അക്ഷയന്റെ ചിക്കൻ കറി. ഹലോ ഗായ്സ്. സാമ്പാർ കണ്ണൂർ മൊത്തം ഫേമസ് ആണ്. സൊന്ന പിന്നെ നിലത്തൊന്നും ഇരിക്കില്ല. അങ്ങനെ നമ്മളെ പോലെ നിലത്തൊന്നും ഇരിക്കില്ല. നമ്മളെ ചെയറിലും സോഫയിലൊക്കെ മാത്രമേ ഇരിക്കുള്ളൂ. ഗൈസ് ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. മാങ്ങ കഴിച്ചു. പിന്നെ കഴിച്ച് അത്രയില്ല തേങ്ങ. ഇപ്പൊ എല്ലാരും എന്താണ് പിന്നെ അവക്കാഡോ സ്മൂത്തി കഴിച്ചു അല്ലേ? എല്ലാ സ്മൂത്തിയും കഴിച്ചു. അവക്കാഡോ സ്മൂത്തി, മാംഗോ സ്മൂത്തി എല്ലാം കഴിച്ചു. റെസ്റ്റിലാണ് അല്ലേ? നമ്മളെവിടെയാ പോകുന്നത്? പുറത്തേക്ക് ജെറ്റ് സ്കൈ ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കുറച്ചു നേരം എല്ലാരും റെസ്റ്റിലാണ് കേട്ടോ. ഫുഡൊന്നും ഇവിടെ സാമ്പാർ കുക്ക് ചെയ്ത ആളുണ്ട്, ദോശ ഉണ്ടാക്കിയ ആളുണ്ട്, പിന്നെ ചായ ഉണ്ടാക്കിയ ആള് കൊണ്ട് വരുന്നു. അങ്ങനെ എല്ലാം സെറ്റായിട്ട് ഞങ്ങള് ഇപ്പൊ റെസ്റ്റ് എടുക്കാണ് കേട്ടോ. സൊന്ന ഇവിടെ
എന്താണ് ഫുഡിനെ പറ്റിയുള്ള അഭിപ്രായം പറയൂ. വളരെ നല്ല ഫുഡായിരുന്നു, രക്ഷയില്ല ഫുഡ്. സാമ്പാർ സൂപ്പർ ആയിരുന്നു. എനിക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തന്നൊരു 4 ദോശ ഉണ്ടായിരുന്നു. അത് നമ്മുടെ അച്ചുട്ടിന്റെ വകയാണ്, എന്റെ വകയല്ല. അതും ദോശയാണെന്ന് വിചാരിച്ചിട്ട് വേറെ ഉണ്ടാക്കിയത്. ദോശയെന്ന് വിചാരിച്ച് ചപ്പാത്തി ഇല്ല. ചപ്പാത്തിയുള്ള ദോശ എത്രയോ 2 സ്പൂണിന് പകരം 4 സ്പൂൺ എങ്ങാണോ 4 സ്പൂൺ ഒഴിച്ച ഇത്രയുള്ള ദോശ. ഞാൻ ഗംഗന് വേണ്ടി സ്പെഷ്യൽ ആക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. ഗംഗന്റെ എന്താ ഗംഗന്റെ മസിലിന്റെ രഹസ്യം. ജിമ്മ് പോകുന്നത് കൊണ്ട് മസിലൊന്ന് സൂം ചെയ്തോ. കാണുന്നുണ്ടല്ലേ, കൈ കണ്ടല്ലേ? യാ മോനെ ശരിയാ. അത് നമുക്ക് റെഡിയാക്കാം പോവാൻ. ഞങ്ങളിനി പുറത്തു പോവാണ്. അപ്പൊ ഈ വ്ളോഗ് ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ് കേട്ടോ. ഇനി പുറത്തു പോകുന്ന വ്ളോഗ് വേറെ ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഇത് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയി പോകും. That's all for today. ഇനി അടുത്തൊരു വ്ളോഗ് ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ബൈ ഗൈസ്. ബൈ. ബൈ. Bye.